ഡോക്ടറെ, കർക്കിടക ചികിത്സ എഫക്റ്റീവ്സ് ഡയബറ്റിക് BP ഒക്കെ ഉള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാമോ? ഡയബറ്റിക് BP ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് തൊട്ട് മുന്നായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങളുടെ മെഡിസിനൽ ഇൻടേക്കും അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനും നോക്കിയിട്ട് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റുകൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഡോക്ടർ കൺസൾട്ടേഷൻ വേണോ? എന്തിന്? കർക്കിടക ചികിത്സയ്ക്കോ? കർക്കിടക ചികിത്സയ്ക്ക് പൊതുവായിട്ട് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്കിവിടെ ഡോക്ടർ കൺസൾട്ടേഷൻ മസ്റ്റാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററിയോ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജീസോ എന്തെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് വീട്ടിൽ ചെയ്യാമോ? ഏത്? കർക്കിടക ചികിത്സയോ? കർക്കിടക ചികിത്സ വീട്ടിൽ ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പം പണ്ടുള്ള അമ്മമ്മമാരും ഉപ്പുമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ മുന്നേ പുറമേ തേച്ച് കുളിക്കുന്നത് പോലെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. അതല്ല, നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആരോഗ്യമുള്ള ഒരാളിന് കർക്കിടക ചികിത്സയുടെ ആവശ്യമുണ്ടോ? കർക്കിടക ചികിത്സ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല ചെയ്യുന്നത്, ഒരു ഹെൽത്തി ഉള്ള ആളിൻ്റെ ഹെൽത്ത് റീബൂട്ട് ചെയ്യാനും കൂടിയായിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ദിനചര്യം, ഋതുചര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ. അപ്പോൾ അതിനകത്ത് ഒരു ഋതുവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഋതുവിനെ പർട്ടിക്കുലർ ആയിട്ട് എടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ വർഷ ഋതു, അപ്പോൾ വർഷ ഋതുവിൻ്റെ ചര്യകൾ അവിടെ എന്തൊക്കെയാണ് റിച്വൽസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ വരും ഈ കർക്കിടക ചികിത്സ സെറ്റ് ചെയ്തിരിക്കും. ആ രീതിയിൽ നോക്കുമ്പം ആരോഗ്യമുള്ള ഒരാളിൻ്റെ ആരോഗ്യം പ്രിസർവ് ചെയ്യാൻ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കാം. ഡോക്ടറെ, കർക്കിടക ചികിത്സ എഫക്റ്റീവ്സ് ഡയബറ്റിക് BP ഒക്കെ ഉള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാമോ? ഡയബറ്റിക് BP ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് തൊട്ട് മുന്നായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങളുടെ മെഡിസിനൽ ഇൻടേക്കും അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനും നോക്കിയിട്ട് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റുകൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഡോക്ടർ കൺസൾട്ടേഷൻ വേണോ? എന്തിന്? കർക്കിടക ചികിത്സയ്ക്കോ? കർക്കിടക ചികിത്സയ്ക്ക് പൊതുവായിട്ട് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്കിവിടെ ഡോക്ടർ കൺസൾട്ടേഷൻ മസ്റ്റാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററിയോ, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജീസോ എന്തെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് വീട്ടിൽ ചെയ്യാമോ? ഏത്? കർക്കിടക ചികിത്സയോ? കർക്കിടക ചികിത്സ വീട്ടിൽ ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പം പണ്ടുള്ള അമ്മമ്മമാരും ഉപ്പുമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ മുന്നേ പുറമേ തേച്ച് കുളിക്കുന്നത് പോലെയാണ്